ലോകത്തെ ഏറ്റവും കൂടുതൽ ആഭിചാര വിദ്യ, അതായത് കൂടോത്രം, സിഹർ, അതിന്റെ പിന്നിലല്ല ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് യൂറോപ്യന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാരും കൂടോത്രം നടത്തി കൊടുക്കുന്നവരും യൂറോപ്യന്മാരാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അവർ വലിയ സംസ്കാരമുള്ളവരും വലിയ ശാസ്ത്രമുള്ളവരും ഒക്കെ ആയിട്ട് പറഞ്ഞു നടക്കും. നമ്മുടെ ആളുകൾക്കും അത് പറഞ്ഞു നടക്കാൻ വലിയൊരു സന്തോഷം. നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാർക്കൊക്കെ യൂറോപ്യന്മാരെ പറ്റി പറയുമ്പോൾ 1000 നാവാണ്. പക്ഷേ അതൊക്കെ മാഷന്മാർ ഒരു അടിമപ്പെട്ട വിദ്യാഭ്യാസം പഠിച്ചതുകൊണ്ടാണ്. കാരണം ഇത്ര ഒരു അഭിശപ്തമായ ജനത യൂറോപ്യൻസിനെ പോലെ ഇല്ല. കൂടോത്രം, ഊഹാപോഹങ്ങള്, അതുകൊണ്ടാണ് ഊഹങ്ങളുടെ നോവലുകൾ, ചരിത്രങ്ങൾ, ഇതൊക്കെ അവിടെ നിന്നാണ് പുറത്തിറങ്ങുന്നത്. കഥകള് ഇന്നും ഒരു തരം മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഊഹങ്ങളുടെ കഥകൾ ഇന്നിറങ്ങുന്നത് ഇന്ന് യൂറോപ്പിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്ന്. അമേരിക്ക എന്ന് പറഞ്ഞാൽ 1600 ശേഷം ക്രിസ്റ്റഫർ കൊളംബസിനാൽ 1600 ശേഷം ക്രിസ്റ്റഫർ കൊളംബസിനാൽ പറിച്ചു നടപ്പെട്ട ഒരു ജനതയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്, വർഗം, പ്രധാന വർഗം. അപ്പൊ ഈ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഊഹം, അതിനനുസരിച്ചുള്ള ഒരു സംസ്കാരം, രീതി, ഇതൊക്കെയാണ് അവരുടെ രീതികൾ. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതാണ് അവരെ ലോകത്തെന്നും ഭരിച്ചത്. പിന്നെ എന്ത് ചെയ്യുക, ഒരു സംസ്കാരമില്ലാതെ ആകുമ്പോൾ ഒരു കാടത്തം, തനി കാടത്തം, അംഗീകരിക്കാൻ കഴിയാത്ത കാടത്തം. അതിന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ വഴിപ്പെട്ടു. ചിലപ്പോൾ ഭയം കൊണ്ട്, ചിലപ്പോൾ മറ്റു ചില കാരണങ്ങൾ. ഉദാഹരണം പറയാം, ഒരിക്കലും ആദരണീയനല്ലാത്ത ഒരാളാണ് വാസ്കോ ഡി ഗാമ. ഒരിക്കലും അയാൾ ആദരണീയനാവുന്നത് എങ്ങനെ? നാവികപ്പടയുടെ ചരിത്രത്തിൽ അയാളെ പോലത്തെ ക്രൂരന്മാർ കുറവാണ് ലോകത്ത്. ക്രൂരനാണ്, ക്രൂരനാണ്. ഹജ്ജ് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് മടങ്ങി വരുന്ന 8ഓളം കപ്പലാണ് അയാൾ മുക്കിയത്. ആ കപ്പലിലുള്ള മൊത്തം സമ്പത്തും അയാൾക്ക് തരാമെന്ന് അറിയിക്കുകയും ചെയ്തു, എന്നിട്ട് മുക്കി. എന്തുകൊണ്ട്? കോഴിക്കോട് പോർട്ടിനോട് അടുത്ത് വെച്ചാണ് ഇയാൾ മുക്കുന്നത്. നമുക്കറിയാലോ, ഹജ്ജിന് മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയി തിരിച്ച് വരുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പോർട്ട് അടുത്തെത്തി എന്നുള്ള അതിന്റെ അടയാളങ്ങൾ അവർ കാണുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷം എത്രയിരിക്കും, അല്ലേ? പറയും. ഇപ്പൊ ഗൾഫിലൊക്കെ പോയ 2 കൊല്ലം 3 കൊല്ലം ജോലി ചെയ്ത ആളുകൾക്ക് കരിപ്പൂർ എയർപോർട്ടിന്റെ നമ്മളെ ഈ കോഴിക്കോടിന്റെ പച്ചപ്പന്നെ കാണുമ്പോൾ തന്നെ എന്റെ സന്തോഷം എത്രയിരിക്കും. ഈ 8ഓളം കപ്പലുകൾ അയാൾ മുക്കി. ചില കപ്പലുകൾ കത്തിച്ചു കളഞ്ഞു, ചില കപ്പലുകൾ മുക്കി. അതിലുള്ള സമ്പത്തോടുകൂടി ഹജ്ജ് കഴിഞ്ഞ് വരുന്നവർക്ക് കയ്യിലൊക്കെ പല സമ്പത്തും ഉണ്ടാവും. അതിന്റെ മനുഷ്യർ, ആ ജനങ്ങളും, നിങ്ങൾ കപ്പൽ നോക്കിയാൽ കപ്പലല്ല, ഹജ്ജ് കഴിഞ്ഞ ഹാജിമാര് ഭീമമായ 8 കപ്പലുകൾ, ആ കപ്പലുകളിൽ വരികയാണ് ഇവര്. എന്നാ മുക്കുന്നത് 1500. അത് അയാളുടെ 2ാം വരവാണ്. 1498 അയാൾ കുറച്ച് പോർച്ചുഗീസ് പ്രൊഡക്റ്റുമായി കോഴിക്കോട് തീരത്ത് വരുന്നത്. 1498. പിന്നെ അവിടുന്ന് തിരിച്ചുപോയി. അതായത് അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും വേണ്ടത്ര ചെലവായില്ല. എന്തുകൊണ്ട്? നമ്മുടെ കോഴിക്കോടിന് അതിനേക്കാൾ ഭംഗിയുള്ള പ്രൊഡക്റ്റുകളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും കോഴിക്കോട്ടുണ്ട്. പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് വലിയ വില കൊടുത്ത് വാങ്ങൂലല്ലോ. അന്ന് ലോകത്തെ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നാണ് മലബാർ. വലിയ ബന്ധങ്ങള്, ലോകരാജ്യങ്ങളിലെ ഏറ്റവും വലിയ വാണിജ്യ വ്യവസായികളൊക്കെ അന്ന് കോഴിക്കോട് വരും. ലോകരാജ്യങ്ങളിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ അന്ന് ഇവിടെ കൊണ്ടുവരും. ഇവിടെ തന്നെ നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. സാമൂതിരിയ ഭരിക്കണത്. 1498 അവരുടെ പ്രൊഡക്റ്റ് ചെലവായില്ല, അവർ തിരിച്ചുപോയി. പിന്നെ 1500 തിരിച്ചു വരിക. ഹിന്ദു മുസ്ലിമീങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞു പോകുന്ന അയാൾ കാണുന്നു. അതയാൾക്ക് സഹിച്ചില്ല. എന്തുകൊണ്ട്? എന്റെ സഹിക്കഞ്ഞു. എന്താ അയാൾക്ക് സഹിക്കത്ത്? ഇയാൾ പോർച്ചുഗലിൽ നിന്നാണ് വരുന്നത്. പോർച്ചുഗൽ നേരത്തെ ആരുടെ ഭാഗമാണ്? സ്പെയിനിന്റെ, ഇസ്ലാമിക സ്പെയിനിന്റെ ഭാഗമാണ് അവർ ആയിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവര് ഹോളി റോമൻ എംപയറിന്റെയും മറ്റും സഹായത്തോടു കൂടെ എന്ത് ചെയ്യാണ്? സ്പാനിഷ് ഇൻക്വിസിഷന്റെ കാലത്ത് ലക്ഷക്കണക്കിന്, ചിലപ്പോൾ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിട്ടാണ് പോർച്ചുഗലും അതുപോലെയുള്ള സ്പെയിനിന്റെ ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കുന്നത്. കോടിക്കണക്കിന് എന്ന് പറയേണ്ട കാരണം എന്താ? ഇൻക്വിസിഷൻ നടന്നത് 700 കൊല്ലത്തിനിടയിലാണ്. സ്പാനിഷ് ഇൻക്വിസിഷൻ ഏകദേശം 700 കൊല്ലത്തോളം നടന്നിട്ടുണ്ട്. സ്പെയിനിൽ മുസ്ലിമീങ്ങൾ അധികാരം സ്ഥാപിക്കുന്നത് 711. എന്നാൽ സ്പെയിനിൽ നിന്ന് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം 10ാം നൂറ്റാണ്ടോട് കൂടിയാണ്. പിന്നെ പൂർത്തിയാണത് ഏകദേശം 7ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. ഈ 700 കൊല്ലം ഇൻക്വിസിഷനാണ്. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യാം, പള്ളികൾ തകർക്കുക, മദ്രസകൾ തകർക്കുക, പണ്ഡിതന്മാരെ കൊല്ലുക, കഷ്ണാക്കുക. ഇതാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ. അതാണ് അത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാർ എന്നും യൂറോപ്യന്മാരാണ്.
ഇന്നും യൂറോപ്യന്മാരാണ്, ഇന്നലെ യൂറോപ്യന്മാരാണ്, മിനിഞ്ഞാന്ന് യൂറോപ്യന്മാരാണ്, എൻ്റെ തലേന്ന് യൂറോപ്യന്മാരാണ്. ഈ ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായതിനു ശേഷം മനുഷ്യന് ക്രൂരതയുടെ ചരിത്രം ഉണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാർ യൂറോപ്യന്മാരാണ്. അതിപ്പോൾ പറയാൻ ഏഷ്യക്കാർക്ക് കഴിയില്ല. എന്തുകൊണ്ട് ഒരു ഏഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു ഏഷ്യൻ അധികാരത്തിലുള്ള ഒരു രാജ്യമല്ല. മുസ്ലിം രാജ്യം ഏതായാലും ഇല്ല. മറ്റുള്ളത് കോളനികളാണ്. കോളനികൾ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള കോളനികൾ 947 അവർ പോയതിനു ശേഷവും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കൾച്ചറൊക്കെ തന്നെയാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പന്നല്ലേ? മലയാളം നാട്ടിൽ മലയാളം സംസാരിച്ചാൽ പിഴ കൊടുക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങളുള്ള നാടാണ് ഇപ്പോൾ കേരളം. അപ്പൊ മലയാളിക്ക് അഭിമാനം എന്തിനാണ്? അവരെ അടിമപ്പെടുത്തിയ യജമാന്മാരിലാണ്. ഇപ്പോഴും അവർ അധസ്ഥിത വർഗമാണെന്നാണ് അവരിപ്പോഴും വിചാരിക്കുന്നത് മലയാളികൾ. അറബികളോ? അറബികൾക്ക് സന്തോഷം കിട്ടുന്നത് മദീനയിലല്ല. ഇപ്പോൾ അവർക്ക് സാൻ ഫ്രാൻസിസ്കോയിലോ ജനീവയിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കിടന്നുറങ്ങണം, കള്ളുടിച്ച് കിടക്കണം, എന്നാലും അവർക്ക് സുഖം കിട്ടുള്ളൂ. അതാണ് ഇന്നത്തെ അറബ് രാജാക്കന്മാരും നേതാക്കന്മാരും. അപ്പോൾ പിന്നെ ഒരു യൂറോപ്യൻ കൾച്ചറാണ് ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിലുള്ളത്. എല്ലായിടത്തും യൂറോപ്യർ ക്രൂരന്മാരാണെന്ന് നമ്മൾ പറയില്ല, യൂറോപ്യർ പറയുന്ന നോണയെന്ന് പറയില്ല. സിലബസുകളും സ്കൂളുകളും ഒക്കെ മനുഷ്യന് മേൽ ചെയ്തത് എന്താണെന്നെങ്കിൽ അവരുടെ കഴിവുകളെ ഇല്ലാതാക്കി. സ്വതന്ത്രമായ കഴിവ് ഇല്ല. ഇവർ കൊടുക്കുന്ന ടൂൾസ് അനുസരിച്ച് മാത്രമേ ഇവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ സ്കൂളിൽ പോകാത്ത ഒരു മനുഷ്യൻ പടച്ചോൻ കൊടുത്ത ദിഷണയെ വളർത്തിയെടുക്കാൻ അയാൾക്ക് കഴിയുകയാണെങ്കിൽ അയാളായിരിക്കും ജീനിയസ്. അതുറപ്പ്, അതിന് യാതൊരു സംശയം വേണ്ട. അയാൾ ഭയങ്കര കഴിവായിരിക്കും. എന്തുകൊണ്ട്? ആരും കൊടുത്ത ഫ്രെയിമിന്റെ ഉള്ളിലല്ല അയാൾ ചിന്തിച്ചത്, അയാൾ പ്രകൃതി ചിന്തിച്ചതാണ്. അൽ ഖാനൂൻ ഫിത്തിബ് പോലത്തെ ഇന്നത്തെ ഒരു ഗ്രന്ഥം, അൽ ഖാനൂൻ തിബ് പോലെയുള്ള ഒരു ഗ്രന്ഥം ഇന്നിപ്പോ ഭൂമിയിൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാ അൽ ഖാനൂൻ ഫിത്തിബ് ഉണ്ടാക്കിയ ആളോ? അൽ ഖാനൂൻ ഫിത്തിബ് ആണ് സത്യത്തിൽ എന്താണ്? മെഡിക്കൽ റെഫറൻസിന്റെ ബേസിക് റെഫറൻസ് ആണ് എന്ത്? അൽ ഖാനൂൻ ഫിത്തിബ്. ഇന്ന് ഈ ഭൂമിയിൽ ഒരാൾക്ക് അങ്ങനത്തെ സാധനം ഉണ്ടാക്കാൻ കഴിയും. എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല? ഇന്ന് ഫ്രെയിമിലല്ലാത്ത ഒരു വിദ്യാഭ്യാസമല്ല, അവർക്ക് ഫ്രെയിമില്ല. അവർ പരന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ അടയാളങ്ങൾ ചിന്തിക്കുകയാണ്. മനസ്സിലായവർ പലപ്പോഴും സിലബസുകൾ മനുഷ്യരെ നശിപ്പിക്കുക ചെയ്ത്. ഒരു ബുദ്ധിയില്ലാത്ത ബുദ്ധൂസിന് മാത്രമേ സിലബസുകൾ ഉപകരിക്കുള്ളൂ, ഒരു ജീനിയസിന് ഉപകരിക്കൂല. ഒരു ജീനിയസിനെ നശിപ്പിക്കുക മാത്രമേ സിലബസുകൾ ചെയ്യുള്ളൂ. അവർക്ക് ഫ്രെയിം കൊടുക്കും, ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് പിന്നെ പുറത്തു പോകാൻ കഴിയില്ല. അങ്ങനെയാണ്. സിലബസുകളിൽ പഠിച്ചവരല്ല ആദ്യകാല ഇമാമുകളൊന്നും. അവർ ധിഷണകളാണ്, ഭയങ്കര കഴിവുള്ളവരാണ്. ഞാൻ സിലബസ് തെറ്റാന്ന് പറയല്ല, എന്നാൽ അതിനതിൻ്റെതായ ഒരു പരിധിയുണ്ട്. കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കുന്ന ആട്ടിന്റെ ഇറച്ചിക്കാണോ കയറില്ലാത്ത ആടിന്റെ ഇറച്ചിക്കാണോ ഔഷധവീര്യം ഉണ്ടാവുക? ഇതിനാണ് സിലബസ് എന്ന് പറയുക. അത് മതപരമായ സിലബസും അങ്ങനെ തന്നെയാണ്, കോമൺ സിലബസും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ സിലബസുകൾ ഉപകരിക്കും ആർക്ക്? ഒരു കഴിവില്ലാത്തവന്. കഴിവുള്ളവന് സിലബസ് ഉപകരിക്കൂല, അവന് പരന്ന് ചിന്തിക്കാൻ കഴിയില്ല. ദിഷണകളെ നശിപ്പിച്ചത് മുഴുവനും ഈ സിലബസുകളാണ്. ഇന്ന് ലോകരാജ്യത്ത് ജീനിയസ് ഉണ്ടാവണില്ലല്ലോ. എന്നാൽ ചരിത്രാതീത കാലത്ത് എന്ന് ജീനിയസ് ഇല്ലേ? ഈ സിലബസ്, ഈ പഠനങ്ങൾക്ക് മുമ്പ് ലോകത്തുണ്ടായ കഴിവുള്ള ആളുകളൊക്കെ. ഇപ്പൊ നമ്മൾ ലിയനാർഡോ ഡാവിഞ്ചിയെ പറ്റി പറഞ്ഞു, മെമ്മർ സിനാനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറയാ മൈക്കൽ ആഞ്ചലോനെ പറ്റി പറഞ്ഞു. ഇവരൊക്കെ ഒരു ഫ്രെയിമിൽ നിന്നവരല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സിലബസിലല്ല, ഗലീലിയോ ഒരു സിലബസിലല്ല, കോപ്പർനിക്കസ് ഒരു സിലബസിലല്ല, ഇമാം റാസി ഒരു സിലബസിലല്ല. ഇവരൊരു പ്രത്യേക ഫ്രെയിമിലല്ല, ഒരു പരന്ന് പഠിക്കാണ്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നത്തെ ചരിത്രവും ഇന്നത്തെ സയൻസും എല്ലാം സത്യത്തിൽ എന്താണ്? യൂറോപ്യന്മാർ കൊണ്ടുവരുന്നതാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് യൂറോപ്യൻ അടിമത്തം നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ മറികടക്കാൻ നമുക്കോട്ട് കഴിയുകയുമില്ല. അവർക്കാകട്ടെ അവരുടെ ഏതൊരു കാര്യത്തിനും അവർ ലക്ഷ്യമുണ്ടാവും, എന്ത് കാര്യത്തിനും ലക്ഷ്യമുണ്ടാവും. എന്തിനും യൂറോപ്പ് എന്ത് ചെയ്താലും ലക്ഷ്യമുണ്ടാവും. നന്മയുടെ ഒരു ലക്ഷ്യമില്ലാത്തൊരു നന്മ പോലും യൂറോപ്പ് ചെയ്ത ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ കാണിച്ചാൽ ഞാൻ ഉടനെ അതിൽ അവരെ ലക്ഷ്യം കാണിച്ചിരുന്നു. ഒരു ദുഷ്ടലാക്ക്. അങ്ങനെയാണ് അവർ AD 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തെ ജെറൂസലേമിൽ നിന്ന് കൊണ്ടുപോയത്. ഇന്ന് ശുദ്ധമായൊരു ക്രിസ്തുമതം ലോകത്ത് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയൂല. ഉണ്ടാവാം, എന്റെ അറിവിലില്ല. ഇന്ന് ലോകത്തെ ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ കേന്ദ്രീകരിച്ച ക്രിസ്തുമതം. വളരെ നമ്മൾ ഗൗരവമായി ഇത് ചിന്തിക്കണം. ഞാൻ അങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാത്തത് എനിക്കറിവില്ല. ലോകത്തെ ആ വിഷയത്തിൽ അത്രയും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ പറയുന്നത്, യൂറോപ്പ് കേന്ദ്രീകരിച്ച ഒരു ക്രിസ്തുമതം ശുദ്ധമായ ക്രിസ്തുമതം അല്ല. യൂറോപ്പിന് അതിനെന്താ അർഹതയുള്ളത്? ക്രിസ്തുമതം വന്ന യൂറോപ്പിലല്ലല്ലോ, ക്രിസ്തുമതം വന്ന ഏഷ്യയിലല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും റോമിൽ പോകാത്ത ആളാണ് യേശുദേവൻ, സയ്യിദുനാ ഈസ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേരളത്തിലാണ് ജനിച്ചത്, കേരളത്തിലാണ് ജീവിച്ചത് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് പിന്നെ മക്കയും മദീനയും ഇസ്ലാമിക മതത്തിന്റെ കേന്ദ്രങ്ങളാവുന്നത് എങ്ങനെയാണ്? ഇസ്ലാം മതത്തിന്റെ കേന്ദ്രങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് മക്ക മദീന ആവുക? സയ്യിദുനാ ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും, ഈ മക്ക ജനതയിൽ തന്നെ ഒരു റസൂൽ വരണമെന്നായിരുന്നു. ജന്മം കണ്ടും കർമ്മം കൊണ്ടും ഒരു സമൂഹത്തോട് ഒരു അടിത്തറയോടുള്ള താതാത്മ്യ ബന്ധമാണ് ഒരു നബിയുടെ ജനകീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഒരിക്കൽ പോലും യൂറോപ്പിൽ പോകാത്ത നബിയാണ് ഈസ. ഒരു നബിയും പോയിട്ടില്ല. ഖുർആനിൽ പറയുന്ന, ഇന്ന് നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു നബിയും യൂറോപ്പിലില്ല. ബൈബിൾ എടുക്കാം, ന്യൂ ടെസ്റ്റ്മെന്റ് എടുക്കാം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ, പുതിയ നിയമങ്ങൾ. ഈ പുതിയ നിയമത്തിൽ നമ്മൾ ആകെ പരിശോധിച്ചാൽ അവിടെ പറഞ്ഞ ഒരു പുണ്യവാളൻ യൂറോപ്യനല്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായ ഒരു ദുഷ്ടലാക്ക് അതിന്റെ പിന്നിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിക്കും അമ്മക്കും ക്രിസ്തുമതത്തിൽ ആകർഷണം തോന്നിയാൽ അവർക്ക് നേരെ യൂറോപ്പിൽ നിന്ന് അവരെ ജെറൂസലേമിലേക്ക് പറിച്ചു നടാമല്ലോ. എന്നിട്ട് മതം ജെറൂസലേമിൽ തന്നെ വളർത്തി. അപ്പോൾ മതം ആ ഭൂമിയിൽ തന്നെയാണ് നിലകൊണ്ടത്. അതിന്റെ സെൻട്രൽ സ്റ്റേഷനും ആ ഭൂമി തന്നെ. എന്തുകൊണ്ട്? അവിടെ അത് വളർത്തിയാൽ എന്തെങ്കിലും അബദ്ധം വന്നാൽ എതിര് പറയുന്നവർ അവിടെ ഉണ്ടാവും. അത് പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയാൽ ഇവർ പറയുന്നതാണ് മതം. ഇവിടെയാണ് കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിക്ക് വന്ന തെറ്റ്. അതുവഴിയാണ് യൂറോപ്യൻ ക്രിസ്തുമതത്തിൽ വന്ന അബദ്ധവും. ക്രിസ്തുമതത്തിന് ശുദ്ധമായി കൂടെ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടാവാം, എനിക്കറിവില്ല. പക്ഷേ യൂറോപ്യൻ ക്രിസ്തുമതത്തിന്റെ പിന്നിൽ സത്യത്തിൽ അത് ശുദ്ധമായ ക്രിസ്തുമതമല്ല. മാത്രവുമല്ല, ക്രിസ്തുമതം അവരെ ശുദ്ധീകരിക്കുന്നതിന് പകരം അവർ ക്രിസ്തുമതത്തെ അവരുടെ താല്പര്യത്തിന് ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ശുദ്ധീകരണം എന്ന് പറയാവുന്നെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരുടേതായ താല്പര്യങ്ങൾ അതിലേക്ക് അവർ കടത്തിക്കൂട്ടി. അപ്പോൾ ഒരു കൃത്യമായ മതം അവരുടെ നാട്ടിലെത്തിയിട്ടും ഒരു ശുദ്ധമായ സമൂഹത്തിലെത്തിയാൽ ആ സമൂഹം ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ യൂറോപ്യൻസ് ഇതിന്റെ പേരിൽ ശുദ്ധീകരിക്കപ്പെട്ടില്ല. പകരം അവരുടെ ക്രൂരതയും ചൂഷണ മനോഭാവവും ആ മതത്തിന്റെ പേരിൽ പിന്നെ അവർ പുറത്തുകൊണ്ടുവന്നു. അപ്പോൾ അത് മാനവ സമൂഹത്തിന് ഏറ്റവും വലിയ വിലങ്ങട്ടടിയായി. അതാണ് കാൾ മാർക്സ് പറയുന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. കുരിശ് യുദ്ധങ്ങൾ ഒരിക്കലും മതപരമായ യുദ്ധങ്ങളല്ല എന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചു. പക്ഷേ ആ നടത്തിയ ജനതയെ സംബന്ധിച്ചിടത്തോളം മതപരമായ യുദ്ധമായിരുന്നു. ഇത് മതപരമായ യുദ്ധമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ ഏഷ്യക്കാരനായതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഏഷ്യൻ മതമാണ് ക്രിസ്തുമതം. ക്രിസ്തുമതം അങ്ങനെ ഒരു ഇൻക്വിസിഷന് ഓർഡർ ചെയ്യൂല. എന്തുകൊണ്ട്? അത് ശുദ്ധമായ സംസ്കാരത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും മതമാണ്. മറ്റേത് മതം പോലെ തന്നെ യഹൂദ മതം അതിന്റെ അടിത്തറയിൽ അത് ശുദ്ധമാണ്. BC 1405 മറ്റോ ആണ് മഹാനായ നോടനുബന്ധിച്ചാണ് സയ്യിദുനാ മൂസ വഫാത്താവുന്ന അലൈഹിസ്സലാം. അത് ലോകത്തെ അതിശുദ്ധമായ മതമാണ് യഹൂദ മതം. പക്ഷേ ഇന്നുള്ള യഹൂദ മതം അതല്ല. ശുദ്ധമായ യഹൂദ മതത്തിൽ ആളുകളില്ലേ? ഉണ്ടായേക്കാം, ക്രിസ്തുമതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ സൊസൈറ്റിയുടെ ഫേസിൽ കാണുന്നത് ശുദ്ധമായതല്ല. എന്തുകൊണ്ട്? യൂറോപ്പിന്റെ അതിന്റെ എല്ലാ ഐഡിയോളജിയും നശിപ്പിച്ചു. ഒരു കാലഘട്ടത്തിൽ അവർ വനവാസത്തിന് പോകേണ്ടി വന്നു, പ്രവാസം. ഈ പ്രവാസ കാലഘട്ടത്തിലാണ് അവരുടെ വേദഗ്രന്ഥം നശിപ്പിക്കപ്പെടുകയും ഓർമ്മയെന്ന് ചില വേദഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇന്ന് ജൂതന്മാരുടെ ഏറ്റവും വലിയ വേദഗ്രന്ഥം തെൽമൂദാണ്. തെൽമൂദും മൂസാ നബിയും എന്ത് ബന്ധം? തെൽമൂദ് അവരുടെ ഇടയിൽ വരുന്നത് AD 2-ാം നൂറ്റാണ്ടിലാണ്. മൂസാ നബി വഫാത്താകുന്നത് BC 15-ാം നൂറ്റാണ്ടിലാണ്. ഇന്ന് ജൂതന്മാർ എപ്പോഴും കൊണ്ടുനടക്കുന്ന പ്രധാനപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ത്? തെൽമൂദ്. തെൽമൂദ് വരുന്നത് AD 2-ാം നൂറ്റാണ്ടിലാണ്. മൂസാ നബി വഫാത്താകുന്നത് BC 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഏകദേശം മൂസാ നബിയുടെയും വഫാത്തിന്റെ 17ഓളം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇന്നത്തെ ജൂതവേദ ഗ്രന്ഥമായ തെൽമൂദ് വരുന്നത്. ഈ തെൽമൂദ് മൂസാ നബി എന്ത് ബന്ധം? പിന്നെയുള്ളത് ജൂതന്മാരുടെ കയ്യിൽ കപ്പാലയാണ്. കപ്പാല ഒരു വേദഗ്രന്ഥം തന്നെയല്ല. ഗ്രീക്ക് മിത്തോളജിയിൽ ആകൃഷ്ടരായ ചില ബാബിലോണിയക്കാർ അവരുടെ വഴി പിടിച്ചവരും സിഹറിന്റെ പുസ്തകങ്ങൾ എഴുതിണ്ടാക്കി സുലൈമാൻ നബിയുടെ കാലത്ത്. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ കുഴിച്ചിട്ടു മനുഷ്യർക്ക് കയറാതിരിക്കാൻ വേണ്ടി കണ്ടുകെട്ടി രാജ്യത്തിന്. സുലൈമാൻ നബി വഫാത്തായപ്പോൾ എന്ത് ചെയ്തു? പിശാചുക്കളുടെ ദുർബോധനം കാരണം അതിനെ അവർ കണ്ടെടുത്തു തിരിച്ച്. അതാണ് ഇന്ന് യൂറോപ്പ് ഉപയോഗിക്കുന്ന കപാല. കപാല വേദഗ്രന്ഥമാവുന്ന എങ്ങനെ? എന്റെ കപാല തിലാവത്തു ഷയാത്തീൻ അൽ-ബഖറ 102 വത്തബഉ മാ തത്ലു ഷയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബാബിലോണിയ. കപ്പാല വരുന്നതിന്റെ ബേസ്മെന്റ് ബാബിലോണിയാണ്. എന്താണ് ബാബിലോണിയ? ഗ്രീക്ക് അധിനിവേശ പ്രദേശം. ഇന്ന് ലോകത്തിൽ ശുദ്ധമായ ജൂതമതമുണ്ടോ? അറിയൂല. ശുദ്ധമായ ക്രിസ്തുമതമുണ്ടോ? അറിയൂല. ശുദ്ധമായ ഇസ്ലാം മതത്തെ നശിപ്പിക്കാനും യൂറോപ്യന്മാർ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ് വഹാബിസം. 3 വിഭാഗത്തെയും തകർത്തത് സത്യത്തിൽ
4 വേദഗ്രന്ഥം നശിപ്പിക്കാൻ ഉരുമ്പിട്ടതും ഈ സൊസൈറ്റികളെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പ് നടത്തിയതും ആരാണ്? യൂറോപ്യൻസ്. അതായത് തൗറാത്ത് എന്ന വേദഗ്രന്ഥം അവർ നശിപ്പിച്ചു. ആര്? യൂറോപ്യൻസ്. യൂറോപ്യൻ അധിനിവേശം കാരണമായിട്ടാണ് തോറ നഷ്ടപ്പെട്ടത്. യൂറോപ്യൻ അധിനിവേശം കാരണമായിട്ടാണ് AD 2-ാം നൂറ്റാണ്ടിൽ എന്ത് വരുന്നത്? തെൽമൂഡ് വരുന്നത്. അതൊക്കെ അതൊന്നും ദൈവവേദ ഗ്രന്ഥമല്ല, പടച്ചോനത്തിന് ഒരു ഗ്രന്ഥമല്ല, മനുഷ്യണ്ടാക്കിയതാണ്. ബൈബിളിന്റെ കാര്യം അടിസ്ഥാനപരമായി അങ്ങനെ തന്നെ വസ്തുത പഠിക്കുകയാണെങ്കിൽ ഇതിൽ ഖുർആന് കഴിയൂല. ഇതൊക്കെ അള്ളാന്റെ വേദഗ്രന്ഥങ്ങളാണ്. ബൈബിളാണെങ്കിലും തോറയാണെങ്കിലും ഒക്കെ ദൈവത്തിന്റെയാണ്, പടച്ചോന്റെ ആണ്, നമ്മുടേതല്ല. അതിന്റെ ശുദ്ധതയിൽ പക്ഷെ 4-ാം വേദഗ്രന്ഥത്തിന് ഒരു പ്രത്യേകത കിട്ടി. എന്ത്? അതിന്റെ പദങ്ങളിൽ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ ശുദ്ധമായ ചരിത്രത്തെ തമസ്കരിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കടത്തിക്കൂട്ടുകയും ചെയ്തു. ആര്? വ്യാഖ്യാനങ്ങളെ നശിപ്പിച്ചു, വേറെ വേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി. ആര്? വഹാബികള്. ഖുർആന്റെ തഫ്സീറാണല്ലോ എന്ത്? തഫ്സീർ സ്വാബി an എക്സാമ്പിൾ. സ്വാബിയിലെ വെട്ടിക്കളഞ്ഞു, ഖുർആന്റെ വ്യാഖ്യാനത്തെ വെട്ടിക്കളഞ്ഞു അവര്. എന്തുകൊണ്ട്? അവർക്കതെതിരാണ്. ഇത് വേദഗ്രന്ഥത്തിന് ഇതിന് പിന്നിലുള്ള താല്പര്യം ആരാ? ഈ വഹാബികൾ ഉണ്ടാക്കിയതാരാ? യൂറോപ്യൻസ്. അവർ പുറത്തുനിന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ശരീരത്തെ ആക്രമിച്ചപ്പോൾ അകത്തുനിന്ന് ആക്രമിക്കാൻ കുറച്ച് ആളുകൾ അവർക്ക് വേണ്ടിയിരുന്നു. അങ്ങനെയാണ് അകത്ത് അവർ ആരുണ്ടാക്കിയത്? വഹാബികൾ ഉണ്ടാക്കി. പുറത്തുനിന്ന് എത്ര മേടിയാലും പുറത്തുനിന്ന് പൊട്ടിക്കാൻ കഴിയില്ലെങ്കിൽ അകത്തുനിന്ന് ഒരാളെ ഏർപ്പെടുത്തുമല്ലോ, അപ്പോൾ എളുപ്പം പൊട്ടുമല്ലോ. ഇസ്ലാമിക ശരീരത്തിന്റെ സൗന്ദര്യത്തെ നശിപ്പിച്ചു, അതിന്റെ ഫിലോസഫിയെ നശിപ്പിച്ചതും ഖുർആൻ വ്യാഖ്യാനങ്ങളെ സന്ദർഭത്തിന് അടർത്തി ഇല്ലാതാക്കിയതും ഒക്കെ ഇന്ന് പല ഗ്രന്ഥങ്ങളിലും ശുദ്ധമായി ഇമാമുകൾ എഴുതി വെച്ചിട്ട് കിട്ടാനില്ല ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ. എന്തേ? അവരുടെ കയ്യിലെത്തിയപ്പോൾ അവരത് മുഴുവൻ നശിപ്പിച്ചു. ഓരോന്നും ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങൾ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിന് അസ്സഹീഹ് മിൻ അദബുൽ മുഫ്രദ് എന്നൊരു വേറെ ഗ്രന്ഥം ഉണ്ടാക്കി. ആരോ അതിന് മറുപടി പറഞ്ഞു, ഇത് വേറെ ഗ്രന്ഥാണ്. ഇതേതാ ഗ്രന്ഥം? ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് സഹിയായവ ഇവ എന്ന് പറഞ്ഞിട്ട് വേറെ ഗ്രന്ഥം ഉണ്ടാക്കിയാൽ അതിന് മൈനെന്താ? ഇമാം ബുഖാരിയുടെ കിതാബിൽ നിന്ന് സഹിയായത് ഇവ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ടാക്കിയാൽ അതിന് മൈനെന്താ? ഈ മയനെ പോലും ഈ ജാഹിലിന് അറിയില്ല. ഇവിടെ കള്ളനാക്കിയത് ആരെ കള്ളനാക്കിയത്? ഇമാം ബുഖാരിയുടെ കിതാബിൽ നിന്ന് ഇതാണ് സഹിയായ ഭാഗം എന്ന് പറഞ്ഞാൽ അടർത്തി മാറ്റിയാൽ ഇവിടെ കള്ളനായത് ആരാടോ? ഇമാം ബുഖാരി അല്ലേ? ഞങ്ങളത് വേറെ കിതാബ് ഉണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ കിതാബ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആരുടെ കള്ളനായത്? ഇമാം ബുഖാരി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യൂറോപ്യൻ താല്പര്യമാണ്. ഇത് യൂറോപ്യന്റെ ചൂഷണം. ഇതൊരു ഏഷ്യൻ താല്പര്യം തന്നെയല്ല, ഏഷ്യൻ രീതിയല്ല. മുസ്ലിം രാജ്യങ്ങളിൽ ഇൻക്വിസിഷൻ നടപ്പിലാക്കി. ആര്? വഹാബികള്. എന്താ ഇൻക്വിസിഷൻ? അവരുടെ വിശ്വാസത്തിന് എതിരായി ആര് എതിർക്കൊന്നും വേണ്ട, ആ വിശ്വാസം ആർക്കില്ലേ അവരുടെ കൊല്ലും. ഈ പരിപാടിയാണ് ആർക്കുള്ളത്? ഇതാണ് ആര് ചെയ്തത്? വഹാബികള്. അല്ലെങ്കിൽ ജയിലിലിടും. ഈ ലോകത്തെ മനുഷ്യന്മാർക്ക് എന്ത് വിശ്വസിച്ചൂടെ? ഇത് ലോകല്ലേ, ഇത് പടച്ചോന്റെ ഭൂമിയല്ലേ. ബാക്കി അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഇതിനെന്തിനെ വേണം? മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഒരു ഇൻക്വിസിഷൻ നടപ്പിലാക്കിയതാരാ? വഹാബികള്. അതുണ്ട്. അത് യൂറോപ്പിന്റെ പറിച്ചുനടലാണ്. പക്ഷെ ഇവിടെ പൂർണ്ണമായി പറിച്ചിടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷവും സുന്നികളാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിന് വഴിപ്പെട്ടുപോയി. അതുകൊണ്ട് ശുദ്ധീകരിക്കേണ്ട ആൾ വരേണ്ട സമയം ആയി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സമയമാണ്. എന്തുകൊണ്ട്? സുന്നികൾ വരെ സുന്നികളല്ലാതെയായി. ഒരു ഇൻക്വിസിഷൻ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് യൂറോപ്യൻ മനസ്സാണ്. സ്പെയിനിൽ ഫെർഡിനൻഡ് രാജാവ് ചെയ്തതുപോലെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബും ഇബ്നു സഊദും ഹിജാസിൽ ചെയ്തത്. അവർ ബൈബിളിനോട് അനുബന്ധിച്ചാണ് ഇൻക്വിസിഷൻ നടത്തിയതെങ്കിൽ ഇത് ഖുർആന്റെ പേര് പറഞ്ഞ ഇൻക്വിസിഷൻ നടത്തിയത്. മദ്ഹബുകളെ ഇല്ലാതെയാക്കി. മദ്ഹബുകൾ അനുസരിച്ചൊരു പാഠശാല ഇന്ന് ഹിജാസിലില്ല. ഷാഫിഈ മദ്രസ. എന്താ ഷാഫികൾക്ക് മദ്രസ ഉണ്ടാക്കി കൂടെ? അൽ മദ്രസത്തു ഷാഫിഈയ്യ. എന്താ ഷാഫി മദ്രസ ഉണ്ടാക്കി കൂടെ? എന്നാൽ ഹിജാസ് ആകെ നടന്നാലില്ല. 1932-ന്റെയും 1951-ന്റെയും ഇടയിൽ ഷാഫി മദ്രസകൾ മുഴുവൻ പൂട്ടി പണ്ഡിതന്മാരെ നാട് കടത്തി, ബാക്കിയുള്ളവരെ കൊന്നു. ആരാ നടന്നത്? ഇവര് വഹാബികള്. ഇത് മനസ്സിലാക്കാൻ സുന്നിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സുന്നിയാര്? അൽ മദ്രസത്തു ഷാഫിഈയ്യ എന്നത് അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, ജർമ്മനിയിലുണ്ട്. എവിടെയല്ല? ഹിജാസിലില്ല. അൽ മദ്രസത്തുൽ ഹനഫിയ്യ എന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തിലുണ്ട്, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്. എവിടെയല്ല? ഹിജാസിലില്ല. എന്തേ? അവിടെ വലിച്ച് തുടച്ച് പൊടിച്ചത് കളഞ്ഞ്. ഇവര് ചെയ്തൊരു അക്രമമല്ല എന്ന് പറഞ്ഞാൽ നീയല്ലയുടെ അക്രമി. ഇതല്ല ഇവിടെ നടന്നത്. ഇതൊരു യൂറോപ്യൻ രീതിയാണ്. ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വൈരുണ്ടാക്കുക. ഇതാണ് സലഫികൾ ചെയ്യുന്നത്. മദ്ഹബ് നഹീം സിക്കാത്ത, മദ്ഹബ് നഹീ സിക്കാത്ത, ആപ്പസ് മേ ബൈർ റഖ്ന.
ഒരിക്കലും മതങ്ങൾ പരസ്പരം പോരടിക്കാൻ പഠിപ്പിക്കുന്നില്ല. മദ്ഹബ് നഹി സിക്കാത്ത ആപ്പസ് മേ ബൈർ റഖ്ന. പരസ്പരം പോരടിക്കാൻ, ശത്രുത വെക്കാൻ ഒരിക്കലും മതം പഠിപ്പിക്കൂല. ഒരിക്കലും ഇല്ല, അത് മതാവൂല. മനുഷ്യരാശി പരസ്പരം വൈരം വെക്കാൻ, ശത്രുത വെക്കാൻ ഒരിക്കലും മതം പഠിപ്പിക്കുകയില്ല. പുണ്യറസൂലിന്റെ വീട്ടിൽ തൊഴിൽ ചെയ്തിരുന്ന, കൂടെ ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ജൂതനായ ബാലനാണ്. പുണ്യറസൂലിന്റെ വീട്ടിൽ ആ കുട്ടിയോട് കൂടെ പുണ്യറസൂൽ ഭക്ഷണം കഴിക്കും. കുട്ടി ജൂതൻ. ഹബീബ റസൂലുള്ള വീട്ടിൽ ഖാദിം, ഒരു ജൂതക്കുട്ടി. ഹബീബ നബി ആ കുട്ടിയോട് കൂടെ ഭക്ഷണം കഴിക്കും. ഒരു പാത്രത്തിൽ ഒന്നും ഭക്ഷണം കഴിക്കും. മനുഷ്യനാണ്. ഇതിനേക്കാൾ വലിയ ഇസ്ലാമില്ലല്ലോ. റസൂലുള്ളാഹിക്കും കൂടി തിരിയാത്തൊരു ഇസ്ലാം ഉണ്ടെങ്കിൽ മനസ്സിലായ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവും. പുണ്യറസൂലിന്റെ അതാണ് മദ്ഹബ് നഹി സിക്കാത്ത ആപ്പസ് മേ ബൈർ റഖ്ന. പരസ്പരം പോരടിക്കാനും ശത്രുക്കളാക്കാനും മതം പഠിപ്പിക്കണേ ഇല്ല. ഫ്രാൻസും ഉസ്മാനികളും തമ്മിലുള്ള 2 നൂറ്റാണ്ട് കാലത്തെ ബന്ധത്തെ നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, കുരിശുയുദ്ധങ്ങളോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഫ്രാൻസ് 1536 മുതൽ 1798 വരെയും ഫ്രാൻസും ഉസ്മാനി മുസ്ലിങ്ങളും നടന്നിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഇവിടെ വായിക്കുന്നത്. AD 1536 മുതൽ 1798 വരെ ക്രൈസ്തവ ഫ്രാൻസും ഉസ്മാനി മുസ്ലിങ്ങളും നടന്നിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ, യുദ്ധങ്ങൾ. കൂടി തോളോട് ഒരു തോൾ വെച്ചു കൊടുക്കുക. ക്രിസ്ത്യാനി മുസ്ലിം ഒറ്റ തോളിൽ. ചിലപ്പോൾ മുസ്ലിം രാജാവിനെതിരെ, ചിലപ്പോൾ ക്രിസ്ത്യ രാജാവിനെതിരെ. എന്തിന്? നീതിക്കും ധർമ്മത്തിനും വേണ്ടി. അപ്പോൾ ഈ നടത്തുന്ന യുദ്ധങ്ങൾ മതപരമായ യുദ്ധമല്ല. മതപരമായ യുദ്ധമാണെങ്കിൽ ഇവരെ ചെയ്യൂലല്ലോ. ഇത് 1798 ശേഷവും നിലനിൽക്കുമായിരുന്നു ഫ്രാൻസിൽ. പക്ഷെ അതിനിടയിൽ ഫ്രഞ്ച് എംപയർ തകർന്നുപോയി. ഫ്രഞ്ച് എംപയർ തകരുന്നത് 1798 അതോടുകൂടെ ഫലത്തിൽ അതില്ലാതെയായി. പിന്നീട് വന്ന നെപ്പോളിയൻ ആകട്ടെ ഫ്രഞ്ച് എംപയറിന്റെ മിത്രങ്ങളെ വരെ ആക്രമിച്ചു. അതിൽപ്പെട്ട മിത്രമായിരുന്നു മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങളോട് ഇയാൾക്ക് പ്രധാനമായ വൈരം എന്തായിരുന്നു? ഫ്രഞ്ച് എംപയറിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? മുസ്ലിങ്ങളാണ്. അപ്പോൾ പിന്നെ 1798 ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് ആദ്യത്തെ അധികാരിയായി വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ഏറ്റവും വലിയ ശത്രുവായി ആര്? മുസ്ലിങ്ങൾ. അല്ലാതെ അയാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല, അതേ ഒരു മോഡേണിസ്റ്റാണ്. ആര്? നെപ്പോളിയൻ. ഇതൊക്കെ അതിന്റെ വൃത്തിയിൽ, ശുദ്ധതയിൽ നമ്മൾ പഠിക്കണം. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് 2.5 നൂറ്റാണ്ടിലേറെ AD 1536 സുലൈമാനുൽ ഖാനൂനിയുടെ കാലത്താണ് ഈ നിയമം വരുന്നത്, ഈ ബന്ധം വരുന്നത്. ആരും ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഫ്രാൻസ് ചെറിയ രാജ്യമല്ല. യൂറോപ്പിലെ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യവും ഫ്രാൻസാണ്. യൂറോപ്പിലെ ഏറ്റവും കല, ശാസ്ത്രം, സംസ്കാരം ഉള്ള തലസ്ഥാനവും തന്നെയാണ് ഫ്രാൻസാണ്. ഭൂവിസ്തൃതിയിൽ യൂറോപ്പിൽ റഷ്യ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഭൂവിസ്തൃതമായ രാജ്യമാണ് ഏത്? ഫ്രാൻസ്. കലയിലാകട്ടെ റഷ്യയേക്കാൾ മുന്നിലാണ്. സംസ്കാരത്തിൽ, കലയിൽ, ശാസ്ത്രത്തിൽ, സംസ്കാരത്തിൽ, വിദ്യാഭ്യാസത്തിൽ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിൽ ഡാവിഞ്ചി അടക്കമുള്ള ആളുകളെല്ലാം ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഇവരൊക്കെ ഫ്രഞ്ചുകാരാണ്. ഡാവിഞ്ചി ആയാലും ഫ്രഞ്ചിന്റെ പിന്നിൽ നിന്നവരാണ്. അങ്ങനെ ഒരുപാട് ലോക ചരിത്രത്തിലെ ഒരുപാട് സാഹിത്യകാരന്മാർ, അത് ആധുനികവും പൗരാണികവും ഒക്കെ. ഗദേ മൊപ്പസാങ്ങിനെ പോലെയുള്ള നോവലിസ്റ്റുകൾ, ആധുനിക നോവലിസ്റ്റുകൾ വരാണ് ഗദേ മൊപ്പസാങ്. അപ്പൊ ഇവരൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു സാംസ്കാരികമായ തലസ്ഥാനമാണ് ഫ്രാൻസ്. അവർ തികച്ചും അന്നും ഇന്ന് ക്രിസ്ത്യാനികളുമാണ്. ഈ ക്രിസ്ത്യാനികൾ തോളോട് ഉറുമ്മിരുന്നു 2.5 നൂറ്റാണ്ടിലേറെ. ആരുമായി? ഉസ്മാനി ഖലീഫമാരുമായി. അങ്ങനെ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം കുരിശുദ്ധം നടക്കുന്നുണ്ട്. എന്നാൽ കുരിശുദ്ധത്തിനെതിരായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യുദ്ധം ചെയ്യുക. കുരിശുദ്ധം വരുന്നത് ഹോളി റോമൻ എംപയറിൽ നിന്ന്. തടുക്കുന്നതോ ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ, കൂടെ നിന്നുകൊടുക്കുന്നതോ മുസ്ലിങ്ങൾ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാലേ സത്യത്തിൽ കുരിശുദ്ധങ്ങളല്ല എന്നും ഉസ്മാനികൾ വർഗീയവാദികളല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഉസ്മാനികൾ വർഗീയവാദികളല്ല. ഇത് കാരണം ഒരുപാട് സഹകരണങ്ങൾ ഉണ്ടായി. ചർച്ച് പള്ളിയാക്കി കൊടുത്തു, ജുമാഅത്തുള്ളിയാക്കി കൊടുത്തു. ഞാൻ കാണിച്ചു തരാം. ഉസ്മാനികളെ മുസ്ലിം പട്ടാളം ഫ്രാൻസിൽ വന്ന് ഹോളി റോമൻ എംപയറിന്റെ ആക്രമണത്തിനെതിരെ എന്ത് ചെയ്തു? അവർ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു AD 16 നൂറ്റാണ്ടിൽ. അപ്പൊ AD 16 മനസ്സിലായി, 16-17 നൂറ്റാണ്ടുകളിലൊക്കെ. ആ സന്ദർഭത്തിൽ ഇവർക്ക് നിസ്കരിക്കാനുള്ള ജുമാഅത്ത് പള്ളി ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ചർച്ച് പള്ളിയൊക്കെ പറഞ്ഞു, ജുമാഅത്ത് പള്ളി. വെള്ളിയാഴ്ച ജുമാ നടക്കും, ഞായറാഴ്ച കുർബാന നടക്കും. ഭക്ഷണം മുഴുവൻ ആരാ കൊടുക്കുന്നത്? ഫ്രാൻസ് ഭക്ഷണം കൊടുക്കും. മുസ്ലിംകൾക്ക് ഹലാൽ ഭക്ഷണം ഫ്രാൻസ് കൊടുക്കും. ആരാ ഭക്ഷണം കൊടുക്കുന്നത്? ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ ഭക്ഷണം കൊടുക്കും മുസ്ലിമീങ്ങൾക്ക്. ചർച്ചിനെ എന്താക്കും? വെള്ളിയാഴ്ച മാറ്റൊള്ളിയാക്കും, ഞായറാഴ്ച ചർച്ച വെക്കും. ആരാ നേതൃത്വം? ക്രിസ്ത്യാനികൾ. അതിന് ഒരുപാട് ക്രിസ്ത്യ അധ്യക്ഷന്മാർ, കത്തോലിക്കക്കാരനെ. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന ഫ്രാൻസിസ് ഒന്നാമനെ ഹോളി റോമൻ എംപയറിന്റെ അധിനിവേശത്തിൽ രക്ഷപ്പെടുത്തി. മുസ്ലിങ്ങൾ, ഉസ്മാനികൾ നീതിക്ക് വേണ്ടി. അതോടുകൂടിയാണ് 1536
കരാർ വരുന്നത്. ക്രിസ്തീയ ഫ്രാൻസും ഉസ്മാനി മുസ്ലിങ്ങളും തമ്മിൽ കരാർ 1536. അതോടനുബന്ധിച്ച് മതപരമായ കാര്യത്തിൽ കൂട്ടുബന്ധം, സൈനികമായ കാര്യത്തിൽ ബന്ധം, എല്ലാ കാര്യത്തിലും വളരെ പരസ്പര ബന്ധം വന്നു. 1543 മുതൽ 1544 കാലഘട്ടങ്ങളിൽ അന്നാരാ ഭരിക്കുന്നത്? സുലൈമാൻ ഖാനൂനി. ആ കാലത്ത് തങ്ങളെ പതിറ്റാണ്ടുകളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹോളി റോമൻ എംപയറിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ഫ്രാൻസ് വീണ്ടും ഉസ്മാനികളെ സഹായം തേടി 1543. അപ്പോൾ സുലൈമാൻ ഖാനൂനി എന്ത് ചെയ്തു? സുലൈമാൻ ഖാനൂനി ഒട്ടോമൻ സൈനിക ഇതിഹാസമായ ഖൈറുദ്ദീൻ ബാർബറോസയുടെ നേതൃത്വത്തില് 30,000-ഓളം നാവികസേന അയച്ചു കൊടുത്തു. ഖൈറുദ്ദീൻ ബാർബറോസ എന്ന് പറഞ്ഞാല് ഉസ്മാനി ഖിലാഫത്തിലെ എന്ത് അത്ഭുതമാണ്. അതായത് നാവികപ്പടയിൽ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ നാവികനാണ് ആര്? ഖൈറുദ്ദീൻ ബാർബറോസ. അയാളുടെ നേതൃത്വത്തിൽ 30,000 സൈന്യത്തെ ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾ അവരെ കാലങ്ങളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹോളി റോമൻ എംപയർ. അപ്പൊ അവരെ മര്യാദക്ക് നിർത്താം, ഈ ആക്രമണത്തിൽ നിന്ന് ക്രിസ്തീയ ഫ്രാൻസിനെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ സഹായിക്കണം എന്ന് എന്ത് ചെയ്തു? അക്കാലത്തെ ഫ്രാൻസിസ് ഒന്നാമൻ ആവശ്യപ്പെട്ടു. ആരോട്? സുലൈമാൻ ഖാനൂനിയോട്. ഖൈറുദ്ദീൻ ബാർബറോസയുടെ നേതൃത്വത്തിൽ, ബാർബറോസയാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ എന്താ പറയാ മെഡിറ്ററേനിയൻ ഇതിഹാസം എന്നാ പറയാ. അതായത് കടലിൽ യുദ്ധം ചെയ്യണമെങ്കിൽ പ്രത്യേക കഴിവാണ്. അമീറുൽ ബഹർ എന്നാ പറയാ. അമീറുൽ ബഹർ, വലിയ നാവിക സൈന്യത്തിന്റെ കമാൻഡർക്ക് അമീറുൽ ബഹർ എന്ന് പറയും. ഈ അമീറുൽ ബഹർ എന്ന വാക്കിൽ നിന്നാണ് ഇന്ന് അഡ്മിറൽ എന്ന വാക്കുണ്ടായത്. ഇന്ന് ഇന്ത്യയുടെ അഡ്മിറൽ എന്ന് പറയില്ലേ, ഈ അഡ്മിറൽ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായത്? അമീറുൽ ബഹർ അറബി വാക്കാണ്. ഈ വാക്കിൽ നിന്നാണ് ഇന്നത്തെ വാക്കുണ്ടായത്. ഇപ്പൊ നാവിക സേനയുടെ കമാൻഡർക്ക് അഡ്മിറൽ എന്ന് പറയാ. ഇത് എവിടെ നിന്നുണ്ടായി? അമീറുൽ ബഹർ. അക്കാലത്ത് അഡ്മിറൽ ആയിരുന്നു ആര്? ഖൈറുദ്ദീൻ ബാർബറോസ. 30,000 സൈന്യവും അയച്ചു കൊടുത്തു മഹാനായ സുലൈമാൻ ഖാനൂനി ഫ്രാൻസിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ഖൈറുദ്ദീൻ ബാർബറോസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലെസ്ബോസിലെ ഒരു ക്രിസ്തു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഖൈറുദ്ദീൻ ബാർബറോസ. അദ്ദേഹം പിന്നീട് ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും പരിശുദ്ധ ഇസ്ലാമിൽ ചേരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ഇനി വേറെ കാര്യം, ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും? യൂറോപ്യൻ അധിനിവേശം, പ്രത്യേകിച്ച് പോർച്ചുഗീസ്. ഈ പോർച്ചുഗീസുകാര് കടലിൽ കടന്ന് നടത്തിയ നരനായാട്ടിന് കൈ കണക്കൂല്ല. ആ ഏത് വഴി അവർ തകർക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ക്രൂരമായ അധിനിവേശം നടത്തിയത് കുഞ്ഞാലി മരക്കാന്മാർക്കെതിരാണ്. 4ാമത്തെ കുഞ്ഞാലി മരക്കാനെ എന്ത് ചെയ്തു? കോഴിക്കോട് നിന്ന് പിടിച്ച് കൊണ്ടുപോയിട്ട് ഗോവയിൽ കൊണ്ടുപോയി. ഗോവയിൽ കൊണ്ടുപോയിട്ട് അവര് എന്ത് ചെയ്തു? തലവെട്ടി, പീസ് പീസായി വെട്ടി, തലവെട്ടിയിട്ട് ഉപ്പിലിട്ടിട്ട് കോഴിക്കോട്ട് കൊണ്ടുവന്ന് കുന്തത്തിൽ നാട്ടി. 4ാമത്തെ കുഞ്ഞാലി മരക്കാരൻ ദേഹം അവിടെ മറവ് ചെയ്തു, തല ഉപ്പിലിട്ട് കോഴിക്കോട്ടേക്ക് അയച്ചു. ഇതാരാ ചെയ്തത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർക്കെതിരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതുന്നത് ആര്? മഹാനായ സൈനുദ്ദീൻ രണ്ടാമൻ. ഒന്നാമനല്ല, രണ്ടാമൻ. ഒരു യുദ്ധകൃതിയുമാണത്, ഒരു സമരകൃതിയാണ് എന്ന് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആരെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ? സാമൂതിരിയുടെ. ആരാ എഴുതിയത്? മുസ്ലിം പണ്ഡിതൻ. എന്ത് വർഗീയത അവർക്കുള്ളത്? ഹിന്ദുവായ ചക്രവർത്തിയാണ് ആര്? സാമൂതിരി. അതിന് കിതാബ് എഴുതുന്നത് ആ സാമൂതിരിക്ക് വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെ. കിതാബ് എഴുതുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. ഫത്ഹുൽ മുഈൻ എഴുതിയ അതേ കൈ കൊണ്ടാണ്. എന്താ എഴുതിയത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. ആർക്കെതിരെ? പോർച്ചുഗീസുകാർക്കെതിരെ. ആർക്ക് വേണ്ടി? ഹിന്ദു രാജാവായ സാമൂതിരിക്ക് വേണ്ടി. പോർച്ചുഗീസുകാർ ഭയങ്കര ക്രൂരന്മാരാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവര് നാരാട്ട, അവരെ കണ്ണുപെട്ട കൊണ്ടു. 8 കപ്പലുകൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു അക്രമികളും അല്ലാത്ത പാവപ്പെട്ട ഈ മനുഷ്യന്മാരെ ആ കടലിൽ മുക്കി. ഈ വാസ്കോഡിഗാമയുടെ ഒരു സ്മാരക സ്തൂപത്തിന് എന്ത് ധാർമ്മികമായ ഒരു അർഹതയുള്ളത്! എത്ര ധർമ്മനിഷ്ഠരായ ഹിന്ദുക്കൾ രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു നാട്ടിൽ ഈ ഒരു ക്രൂരന് വേണ്ടിയിട്ട് നമ്മൾ സ്മാരകം ഉണ്ടാക്കി. എന്തുകൊണ്ട്? ഒരു തരം യൂറോപ്യൻ അടിമത്തം. ഇവരൊക്കെ ചെയ്ത ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. ഇതേ ക്രൂരത ക്രിസ്റ്റഫർ കൊളംബസിനുണ്ട്. അതേ സമയത്ത് ഒരു മുസ്ലിം നാവിക അഡ്മിറലിനെ ഇങ്ങനെ കാണാൻ കഴിയില്ല, കാണാനേ കഴിയില്ല. കടലിൽ ക്രൂരത ചെയ്ത ഒരു ചരിത്രം ഉണ്ടാവില്ല, ഒരു ദിഫാ ചെയ്തിട്ടുണ്ടാവും, ഒരു പ്രതികാരം. ആരോട്? ഒരു പട്ടാളത്തോട്. സിവിലിയന്മാരെ കൊന്നൊരു ചരിത്രം ഉണ്ടാവില്ല. വാസ്കോഡിഗാമക്ക് സമാനമായൊരു ചരിത്രം ഇല്ല. ആർക്കില്ല? ഒരു മുസ്ലിം അഡ്മിറലിനില്ല, ഇല്ല. ഒരു ഹിന്ദു അഡ്മിറലിനില്ല, ക്രിസ്ത്യൻ അഡ്മിറലിനില്ല. ഇവരൊന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല, ക്രൂരന്മാരായ യൂറോപ്യന്മാരാണ്. അല്ല, അവരെങ്ങനെ ക്രിസ്ത്യാനികൾ വിളിക്കുക? ചരിത്രം അതിന്റെ ശുദ്ധതയിൽ നമ്മൾ പഠിക്കാതെ വന്നാൽ വരുന്ന അബദ്ധം വലിയ അബദ്ധം, ചെറിയ അബദ്ധമല്ല. ഈ ഉസ്മാനി നാവികന്മാരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ കെട്ടിട്ടിച്ചത്. പോർച്ചുഗീസുകാരെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ, ഉദാഹരണം പറയാം, പിൽക്കാലത്ത് ബ്രിട്ടീഷ് അധിനിവേശം വന്നപ്പോഴും പോർച്ചുഗീസ് അധിനിവേശം അങ്ങനെ വന്നില്ല. പോർച്ചുഗീസുകാർ ഗോവയിൽ മാത്രം ഒതുക്കപ്പെട്ടു.
ആദ്യം വന്നത് ഇംഗ്ലീഷുകാരെക്കാൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ ഡച്ചുകാരൊന്നും, ഫ്രഞ്ചുകാരൊന്നും, ബ്രിട്ടീഷുകാരൊന്നും. പക്ഷെ ഇവരെക്കാൾ ക്രൂരന്മാരായിരുന്നു ആര്? പോർച്ചുഗീസുകാർ. ഈ പോർച്ചുഗീസുകാരെ കെട്ടിയിടിച്ചാരാ? ഉസ്മാനി നാവികന്മാര്. അല്ലാതെ ആരാ? ഉസ്മാനി നാവികന്മാര്. അവർക്ക് അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല.